Module 5 Global Ethical Issues. അതായത് ഗ്ലോബൽ ഇഷ്യൂസ് കൺസേണിങ് എഞ്ചിനീയറിംഗ് എത്തിക്സ്. ആഗോളമായിട്ടുള്ള ഇഷ്യൂസസ് എഞ്ചിനീയറിംഗ് എത്തിക്സിൽ എങ്ങനെയൊക്കെ കൺസേൺ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ടോപ്പിക്സ് ടു ബി കവേർഡ് ആർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, എൻവയോൺമെൻറ്റൽ എത്തിക്സ്, ബിസിനസ് എത്തിക്സ്, കമ്പ്യൂട്ടർ എത്തിക്സ്, റോൾ ഇൻ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, എഞ്ചിനീയർ ആസ് മാനേജേഴ്സ്, കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ്, എഞ്ചിനീയർ ആസ് എക്സ്പെർട്ട് വിറ്റ്നസ് ആൻഡ് അഡ്വൈസർ, മോറൽ ലീഡർഷിപ്പ്. ഇതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓർ MNCs. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും MNCസിൽ വർക്ക് ചെയ്യണം, ഇവർ MNCസിൽ വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്. അതായത് ആ ഒരു നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ കൺട്രീസസോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസസോ ഏതെങ്കിലും ഒരു കൺട്രീസിൽ നിന്നുള്ള കമ്പനി ഇവിടെ വന്ന് അവരുടെ പുതിയൊരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെയാണ് MNCs എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാരുടെ കമ്പനി ആയിരിക്കില്ല, ഇന്ത്യ ഡെവലപ്പ് ചെയ്ത കമ്പനി ആയിരിക്കില്ല അത്. മറ്റു രാജ്യക്കാർ ഡെവലപ്പ് ചെയ്ത കമ്പനി ഇവിടെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്, അവരുടെ കമ്പനി ഇവിടെ എക്സ്റ്റെൻഡ് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് MNCs, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. A multinational company is one which is incorporated in one country, that is home country, but whose operation extend beyond the home country and which carries on business in other countries called host countries as International Labour Organization defines it. അതായത് International Labour Organization ILO ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ കൺട്രീസ്, ഹോം കൺട്രീസസ് മാത്രമായിരിക്കില്ല. ഹോം കൺട്രീസസിൽ ഉണ്ടായിരുന്ന കമ്പനി എക്സ്റ്റെൻഡ് ഹോം കൺട്രീസ്, അതായത് ഹോം കൺട്രീസിൽ നിന്ന് മാറിയിട്ട് അവരുടെ കമ്പനി നമ്മുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആ കമ്പനികൾ കൊണ്ടുവന്ന് അവിടെ വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് അവരുടെ കമ്പനി മറ്റ് രാജ്യങ്ങളിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി അവരുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കമ്പനി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇന്ത്യയിലേക്കോ അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും, ചൈനയ്ക്കാവാം, പാകിസ്ഥാനിക്കാവാം, ഏത് കൺട്രിയിലേക്കും അവരുടെ കമ്പനി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ കമ്പനീനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്. അതായത് അവർക്ക് ഒരു നാഷണലിൽ മാത്രമല്ല, ഒരു കൺട്രിയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും അവരുടെ കമ്പനീസിന് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അവരുടെ ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഹോം കൺട്രി. ആ രാജ്യമാണ് അതിൻ്റെ ഹോം കൺട്രി എന്ന് പറയുന്നത്. ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ അവർ എവിടേക്കൊക്കെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രാജ്യത്തേക്കാണ് അവർ ആ കമ്പനി എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ആ കമ്പനീസിനെയാണ് ഹോസ്റ്റ് കൺട്രീസസ് എന്ന് പറയുന്നത്. A multinational corporation is known by various names such as global enterprise, international enterprise, world enterprise, transnational corporation, etc. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്നും മാത്രമല്ല മറ്റ് പല പേരുകളിലും ഈ കമ്പനീസ് അറിയപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്, ഇൻ്റർനാഷണൽ എൻ്റർപ്രൈസസ്, വേൾഡ് എൻ്റർപ്രൈസസ്, ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ് എന്നീ പേരുകളിലൊക്കെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിന് മൾട്ടിനാഷണൽ കമ്പനീസിന് എക്സാമ്പിളാണ് കാഡ്ബറി, കൊക്കക്കോള കോർപ്പറേഷൻസ്, യൂണിലിവർ. അതായത് നമ്മൾ ഒരുപാട് കമ്പനീസസ് ഇന്ത്യയിലല്ല ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ടാറ്റയ്ക്ക് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും അതിൻ്റെ കമ്പനീസസ് ഉണ്ടെന്ന്. അതേപോലെ ആപ്പിള്, മൈക്രോസോഫ്റ്റ്, കൊക്കക്കോള, BMW. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ ആമസോണിൻ്റെ ബാംഗ്ലൂരുണ്ട്. അതായത് പല കമ്പനീസസും അവരുടെ രാജ്യത്ത് മാത്രമല്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ അവരവരുടെ കമ്പനീസ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അവരുടെ കമ്പനീസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷൻ ഹു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഇൻ മോർ ദാൻ വൺ കൺട്രി ആർ കോൾഡ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. നേരത്തെ പറഞ്ഞ നമ്മുടെ സെൻറ്റൻസ്. The headquarters are in home country and the business extended in many host countries. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എപ്പോഴും എവിടെ ഉണ്ടാവുക? അവർ ഡെവലപ്പ് ചെയ്ത ആ രാജ്യത്ത് എവിടെയാണോ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആ രാജ്യത്താണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാവുക. അവരുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ
അവരുടെ ബിസിനസ് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഹോസ്റ്റ് കൺട്രീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. The Western organization doing business in the less economically developed countries has gained the advantages of inexpensive labor, availability of natural resources, conductive tax atmosphere and virgin market for the പ്രൊഡക്ട്സ്. അതായത് എന്തൊക്കെ ലാഭം മുന്നിൽ കണ്ടിട്ടാണ് അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അതർ കൺട്രീസ് ഹോസ്റ്റ് കൺട്രീസിലോട്ട് അവർ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തേക്കാളും കുറവ് എന്താണ് ലേബർ എക്സ്പെൻസീവ് ആണ്. അതായത് അവിടെ കൊടുക്കുന്ന സാലറിയേക്കാൾ കുറവ് സാലറി മതി ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ കൊണ്ടുവന്നാൽ ലേബറിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം. അതേപോലെ തന്നെ ടാക്സ് കുറവായിരിക്കും. പിന്നെ ഇപ്പോൾ കൊക്കക്കോള പോലത്തെ കമ്പനീസിനാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും ഒരുപാട്. അതേപോലെ വിർജിൻ മാർക്കറ്റ് മീൻസ് ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് അവരിവിടേക്ക് നമ്മുടെ കൊണ്ടുവരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഈ കൺട്രീസിൽ ഒരിക്കലും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റ് എന്താണ്, പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഈ MNCക്ക് മറ്റ് കൺട്രീസിലേക്ക് വരുമ്പോൾ, അതായത് ആ കൺട്രിയിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അവിടുത്തെ ബിസിനസ് കൂട്ടാൻ പറ്റും, അവരുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. വിർജിൻ മാർക്കറ്റ് ഫോർ ദി പ്രൊഡക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ലാഭം കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസസ് ബിസിനസ് മറ്റു കൺട്രീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളവർക്കും MNCs വരുന്നത് കൊണ്ട് എന്താണ് ഉപകാരം ഉണ്ടാകുന്നത്, അവർക്ക് ഫ്രഷ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസസ് ഇങ്ങോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. ജോബ് വിത്ത് ഹയർ റെമ്യൂണറേഷൻ, അതായത് ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രി അതായത് ഹോം കൺട്രീസിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തുള്ളവർക്ക് കൊടുക്കുന്ന സാലറിയേക്കാൾ കുറവ് സാലറി ആയിരിക്കും അവർ മറ്റ് കൺട്രീസസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടേക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് ലാഭമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുക, ഇപ്പോൾ അമേരിക്കക്കാർക്ക് കൊടുക്കുന്ന സാലറീന്, അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അമേരിക്കൻ കമ്പനിക്ക് അവിടെ തന്നെ ഉള്ള ലേബേഴ്സിന് അവരുടെ കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ ലേബേഴ്സിന് കൊടുക്കേണ്ട സാലറിയേക്കാൾ വളരെ കുറവായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് തരാം. ബട്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ച് എന്താണ്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയിൽ കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ സാലറി ആയിരിക്കും മൾട്ടിനാഷണൽ കമ്പനീസസ് തരുന്നുണ്ടാവുക. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ലാഭകരമായിട്ടുള്ളൊരു നീക്കമാണത്. അപ്പോൾ ഫ്രഷ് ജോബ് ഓപ്പർച്യൂണിറ്റീസും ജോബ് വിത്ത് ഹയർ റെമ്യൂണറേഷൻസും ഒക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനീസസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ. ഇനി അടുത്താണ് ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം എന്ന് പറയും മലയാളത്തിൽ. എന്താണ് ആഗോളവൽക്കരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റ് കൺട്രീസിൽ നിന്നുള്ള കമ്പനീസസ് വരുമ്പോൾ ഒബ്വിയസ്ലി എന്താണ് അവരുടെ ടെക്നോളജീസ് ട്രാൻസ്ഫർ ചെയ്യാണ് അതായത് ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ കേസ് തന്നെ എടുക്കാം. അമേരിക്കൻ കൺട്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ അവരുടെ എന്തൊക്കെയാണ് കൊമേഴ്സസ്, അതുപോലെ തന്നെ ടെക്നോളജീസസ്, അതുപോലെ തന്നെ ടെക്നോളജീസസ്, കൾച്ചർ, ഇൻഫർമേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യാണ് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ മീൻസ് integration of countries through commerce, transfer of technologies and exchanges of information and culture. അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് അവരുടെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പാർട്ടിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻറ്റിഗ്രേഷൻ ഓഫ് കൺട്രീസസ് ത്രൂ കൊമേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ, ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതായത് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് എന്ത് ചെയ്യുക, അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ കൾച്ചറും അതേപോലെ അവരുടെ ടെക്നോളജി, അവരുടെ ഇൻഫർമേഷൻസ് അതൊക്കെ മറ്റ് കൺട്രീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻറ്ററാക്റ്റിംഗ് എക്കണോമിക്സ് ത്രൂ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ ഡെവലപ്മെൻറ്റ് സ്കീംസ് ആൻഡ് ക്യാപിറ്റൽ അക്രോസ്
കൺട്രീസസ്, അതായത് അവരുടെ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോണ്, ഡെവലപ്പിംഗ് സ്കീം ആൻഡ് ക്യാപിറ്റൽ അക്രോസ് കൺട്രീസ് ഇൻട്രാക്റ്റിംഗ് ചെയ്യാണ്. ദീസ് ഫ്ലോസ് ഇൻക്ലൂഡ് നോളജ്, സയൻസ്, ടെക്നോളജി, സ്കിൽസ്, കൾച്ചർ, ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബിസൈഡ്സ് ഡയറക്റ്റ് ഹ്യൂമൻ റിസോഴ്സസ്, ടെലിവർക്ക് ആൻഡ് ഔട്ട്സോഴ്സിങ്. അതായത് ഇപ്പോൾ നോളജ്, സയൻസ്, ടെക്നോളജി, സ്കില്ല്, കൾച്ചർ, ഇൻഫർമേഷൻസ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം തന്നെ എന്ത് ചെയ്യാണ്, ഒരു കൺട്രീസിൽ നിന്ന് മറ്റൊരു കൺട്രീസിലോട്ട് വരികയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അവരുടെ കൾച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി, സ്കില്ല്, കൾച്ചേഴ്സസ്, ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പോൾ അമേരിക്കൻ കൺട്രീസിൻ്റെ ഒരുപാട് കൾച്ചേഴ്സസും ഇൻഫർമേഷൻസും ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. സോ അപ്പോൾ അതിനൊരു ആഗോളവൽക്കരണം എന്ന് പറയും. അതായത് എല്ലായിടത്തേക്കും ആഗോളമായിട്ട് ഫുള്ളായിട്ട് ഗ്ലോബലായിട്ട് എല്ലാ കൾച്ചറും എല്ലായിടത്തേക്കും ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഫോർ ദ എൻജിനീയേഴ്സ് the interdependencies has increased the complex tension and rupture among the nations. എന്താണ് ആ സെൻറ്റൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? The interdependence has increased the complex tension and ruptures among the nations. അതായത് ഇന്റർഡിപ്പെൻഡൻസ്, അതായത് അതായത് മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള നമ്മുടെ അവരെ കൂടെ ആശ്രയിക്കുന്ന ആ ഇന്റർഡിപ്പെൻഡൻസസ് ഹാസ് ഇൻക്രീസസ് ദ കോംപ്ലക്സ് ടെൻഷൻ ആൻഡ് റപ്ചേഴ്സ് എമംഗ് ദി നേഷൻ. അത് പേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ടെററിസംസ്, ഷ്രിങ്കിങ് വേൾഡ്, അതൊക്കെ പോസിറ്റീവായിട്ടുണ്ട്, നെഗറ്റീവായിട്ടും. റപ്ചേഴ്സ് എമംഗ് ദി നേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നാശത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താവുന്നുണ്ട്, ഈ ഗ്ലോബലൈസേഷൻ ലീഡ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവും ഉണ്ട്. For the engineers, the issues such as multinational organization, computer internet functions, military development and environmental ethical have assumed greater importance for their very sustenance and progresses. The concept of globalization increases with the integration of nations through trade, investment, transfer of technology and exchange of ideas and culture. എന്താ പറയുന്നത്, എൻജിനീയേഴ്സിൻ്റെ ഇഷ്യൂ എന്താ? മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഫങ്ഷൻസ് ആൻഡ് മിലിറ്ററി ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ എത്തിക്കൽ ഹാവ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഫോർ ദെയർ വെരി സസ്റ്റൻസസ് ആൻഡ് പ്രോഗ്രസ്സസ്. അവരുടെ പ്രോഗ്രസ്സസിനായിട്ട് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ്റെയും കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഫങ്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ആണ് ആസ് എൻ എൻജിനീയേഴ്സിന് കൊടുക്കുന്നത്, അല്ലേ? നമുക്ക് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ്റെ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഫങ്ഷൻസൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നില്ലേ? സോ അത്രയും യൂസ്ഫുള്ള് ആസ് എൻ എൻജിനീയേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ എൻവയോൺമെൻറ്റൽ എത്തിക്കുക എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സസിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയാം എന്താണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ്, മിലിറ്ററി ഡെവലപ്മെൻറ്റ്, അതേപോലെ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഫങ്ഷൻസിനൊക്കെ ആയിട്ട് നമ്മുടെ എൻജിനീയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ മിലിറ്ററി ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ മാത്രം ആയിരിക്കണം. മറ്റു രാജ്യക്കാർക്ക് നമ്മുടെ സുരക്ഷ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ അതിന് വേണ്ടിയിട്ടും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് നമ്മുടെ നാട്ടിൽ വന്ന് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യും, അവരുടെ കൾച്ചർ അവരുടെ കൾച്ചേഴ്സ് ആക്കാനും അത്തരം കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പ്രോബ്ലമാണ്. ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻക്രീസസ്, അതായത് ഗ്ലോബലൈസേഷൻ്റെ കൺസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്, ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ഐഡിയാസ് ആൻഡ് കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഗ്ലോബലൈസേഷൻ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്. എന്താണ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്? അതായത് നമ്മളിപ്പോൾ മറ്റൊരു കൺട്രിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് റൈറ്റ്സ് വേണ്ടത്, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. മോറൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദി മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ ദ ഹോസ്റ്റ് കൺട്രീസസ്. അതായത് നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് നമ്മൾ ഹോസ്റ്റ് കൺട്രീസിലുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റീസും മോറൽ റെസ്പോൺസിബിലിറ്റീസും ഒബ്ലിഗേഷൻസും ഒക്കെ ആരുടെ കയ്യിലാണ്? ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കയ്യിലാണ്. അതായത് ആ കമ്പനി, ഇപ്പോൾ ഏത് കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റി, ഒബ്ലിഗേഷൻസ് ഒക്കെ ഏത് കമ്പനീസിലോടായിരിക്കണം? നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിലോടായിരിക്കണം. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹോസ്റ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു രാജ്യത്തെ കമ്പനിയോടായിരിക്കണം മോറൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വേണ്ടേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഫ്രെയിംവർക്ക് ഓഫ് റൈറ്റ് എത്തിക്സ്.
Common minimal rights are to be followed to smoothen the transaction when the engineers and employees of MNCs have to interact at official, social, economic and sometimes political levels. ഇവിടെ പറയുന്നത് കോമൺ മിനിമൽ റൈറ്റ്സ്, അതായത് മിനിമം റൈറ്റ്സ്, അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് റൈറ്റ്സുകൾ നമുക്ക് വേണമല്ലേ, എന്നാലല്ലേ നമുക്ക് ആ കമ്പനീസിൽ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, കോമൺ മിനിമൽ റൈറ്റ്സ് ആർ ടു ബി ഫോളോവേഡ് ടു സ്മൂത്തൻ ദ ട്രാൻസാക്ഷൻ വെൻ ദ എഞ്ചിനീയേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് ഓഫ് MNCs ഹാവ് ടു ഇൻട്രാക്ട് അറ്റ് ഒഫീഷ്യൽ, സോഷ്യൽ, എക്കണോമിക്കൽ, സംടൈംസ് പൊളിറ്റിക്കൽ ലെവൽ. അതായത് ഒഫീഷ്യലോ സോഷ്യൽ, എക്കണോമിക്കൽ അല്ലെങ്കിൽ ചില സമയത്ത് പൊളിറ്റിക്കൽ ലെവൽസിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരായിട്ട്, MNCs ആയിട്ട്, ആർക്ക്, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കുറച്ച് കോമൺ മിനിമൽ റൈറ്റ്സ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്തേ പറ്റൂ. അതായത് എൻജിനീയേഴ്സിനും എംപ്ലോയേഴ്സിനും അവരുടെ MNCസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്മൂത്തായിട്ട് ഇൻട്രാക്ട് എന്തൊക്കെ കാര്യങ്ങളിലോ ഒഫീഷ്യൽ, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് സംടൈംസ് പൊളിറ്റിക്കൽ ലെവൽസിലൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മൂത്തനായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ സ്മൂത്തനായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോമൺ മിനിമൽ റൈറ്റ്സ് ഫോളോ ചെയ്യണം. അതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. At international level, the organizations are expected to adopt the minimum level of values such as mutual support, loyalty and reciprocity, the negative duty of refraining from harmful actions such as violence and fraud, and basic fairness and practical justice in case of conflicts. അതായത് എന്താണ് ഈ സെൻറ്റൻസ് പറയുന്നത്, ദ ഇൻ്റർനാഷണൽ ലെവൽ ദ ഓർഗനൈസേഷൻസ് ആർ എക്സ്പെക്റ്റഡ് ടു അഡോപ്റ്റ് ദ മിനിമം ലെവൽസ് ഓഫ്, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്ന അഡോപ്റ്റ് ചെയ്യേണ്ട മിനിമം ലെവൽസ് 3 ലെവൽസ് ആണ് പറയുന്നത്. വാല്യൂസ് സച്ച് ആസ് മ്യൂച്വൽ സപ്പോർട്ട്, ലൊയാലിറ്റി ആൻഡ് റെസിപ്രോസിറ്റി. അതായത് വാല്യൂസസ് എന്ത് ചെയ്യണം, നമ്മുടെ വാല്യൂസസ് കൺസിഡർ ചെയ്യണം, അതായത് നമ്മുടെ മ്യൂച്വൽ സപ്പോർട്ട്, ലൊയാലിറ്റി അതൊക്കെ നമുക്ക് തരണം. ദ നെഗറ്റീവ് ഡ്യൂട്ടി ഓഫ് റിഫ്രെയിനിങ് ഫ്രം ഹാംഫുൾ ആക്ഷൻസ് സച്ച് ആസ് വയലൻസ് ആൻഡ് ഫ്രോഡ്, അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. വയലൻസിൽ നിന്നും ഫ്രോഡ്സിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. ബേസിക് ഫെയർനെസ് ആൻഡ് പ്രാക്ടിക്കൽ ജസ്റ്റിസ് ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്ട്സ്. അതായത് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഫെയർനെസ് ആൻഡ് പ്രാക്ടിക്കൽ ജസ്റ്റിസ് ആരെടുക്കണം, മൾട്ടിനാഷണൽ കമ്പനീസസ് എടുക്കണം. അതാണ് ഈ 3 പോയിൻറ്റ്സ് കൊണ്ട് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് റൈറ്റ്സ് വേണം. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു തരത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നും നമ്മൾ എത്ര നല്ലത് ചെയ്തിട്ടും നമുക്ക് നല്ല രീതിയിലൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തൊക്കെ മിനിമം റൈറ്റ്സ് നമുക്ക് തന്നാൽ മാത്രമേ നമ്മൾ ആ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ 10 ഇൻ്റർനാഷണൽ, അതായത് ഇൻ്റർനാഷണൽ കമ്പനീസ് ആകുമ്പോൾ ആ ഇൻ്റർനാഷണൽ അവരുടെ കമ്പനീസിൻ്റെ ആ രാജ്യത്തുണ്ടാവുന്നതും ഈ രാജ്യത്തെ 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാവുന്ന റൈറ്റ്സുകൾ തമ്മിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, the 10 international rights to be taken care of in this context are: first one, right of freedom of physical movement of people. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇന്ത്യയിലെ കമ്പനിയിൽ നിന്ന് പാകിസ്ഥാനിലെ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ്സ് ആർക്കും കൊടുക്കണം. റൈറ്റ്സ് ഓഫ് ഫ്രീഡം ഓഫ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ദെൻ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസസ് എന്തുണ്ടായിരിക്കണം, ഓണർഷിപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവണം. ഫ്രീഡം ഫ്രം ടോർച്യൂർ മീൻസ് പീഡിപ്പിക്കുക എന്നുള്ളതാണ് എന്ത്, ടോർച്യൂർ. ആ പീഡനങ്ങളിൽ നിന്നൊക്കെയുള്ള ഫ്രീഡം വേണം. അതായത് നമ്മളെ ആ കമ്പനീസസ് നിന്ന് പീഡിപ്പിക്കണം. അതായത് വർക്ക് ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ഹെവി ലോഡ്സ് തന്ന് അങ്ങനെയൊന്നും വർക്ക് ചെയ്യാതെ അത്തരം പീഡനങ്ങളിൽ നിന്നൊക്കെയുള്ള ഫ്രീഡം വേണം. റൈറ്റ് ടു ഫെയർ ട്രയൽ ഓൺ ദ പ്രൊഡക്ട്സ്. അതായത് ഫെയർ ആയിട്ടുള്ള ട്രയൽ ചെയ്യുക, അല്ലാതെ നമ്മളൊരു പരീക്ഷണ വസ്തു ആക്കാനല്ല, ഫെയർ ആയിട്ടുള്ള ട്രയലിനുള്ള പ്രൊഡക്റ്റ് ട്രയൽ ചെയ്യാനുള്ള റൈറ്റ്. ഫ്രീഡം ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റേസ് ഓഫ് സെക്സ്. അതായത് ഡിസ്ക്രിമിനേഷൻ എന്താണ്, നമ്മുടെ
ആണ് പെണ്ണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരും ഈക്വലായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം വേണം. ഫിസിക്കൽ സെക്യൂരിറ്റി, സേഫ്റ്റി, ഗാഡ്ജറ്റ്സ് ടു ദ വർക്കേഴ്സ്. ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റി, സേഫ്റ്റി അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫോമിങ് അസോസിയേഷൻസ്, അതായത് നമുക്ക് സംസാരിക്കാനും, ഇപ്പോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് അസോസിയേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ അസോസിയേഷനൊക്കെ ഫോം ചെയ്യാനുള്ള ഫ്രീഡം വേണം. റൈറ്റ് ടു ഹാവ് മിനിമം എഡ്യൂക്കേഷൻ, നമുക്ക് മിനിമം എഡ്യൂക്കേഷൻസ് ഉണ്ടാവാനുള്ള, അതായത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവാനുള്ള മിനിമം റൈറ്റ്സ് വേണം. റൈറ്റ് ടു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, നമുക്ക് രാഷ്ട്രീയത്തിലും അതായത് ഈ കമ്മ്യൂണിസ്റ്റ് വർക്ക് ചെയ്യുന്നവർ രാഷ്ട്രീയം പാടില്ല, അങ്ങനെ ആയിരിക്കരുത്, നമ്മളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം തരണം. ദെൻ റൈറ്റ് ടു ലൈവ് ആൻഡ് എക്സിസ്റ്റ്, നമുക്ക് ജീവിക്കാനും എക്സിസ്റ്റ് ചെയ്യാനുള്ള എന്താണ് റൈറ്റ്സും ആര് തരണം? കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പോൾ 10 റൈറ്റ്സ് ആണ് പറഞ്ഞത്. റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് ഫിസിക്കൽ മൂവ്മെൻറ്റ്, റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടീസ്, ഫ്രീഡം ഫ്രം ടോർച്ച്യർ, right to fair trial on the products, freedom from discrimination on the basis of race or sex, physical security, safety, gadgets to the workers, freedom of speech and forming association, right to have a minimum education, right to political participation, and right to live and exist, the individual liberty and sanctity of the human life. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ടെക്നോളജി ട്രാൻസ്ഫർ. Moving technology to a new setting and implementing it there. Technology includes hardware and the techniques. Moving the technology applications from the laboratory to the field, factory or from the country to another. This transfer is affected by governments, organizations, universities and MNCs. എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുക? ട്രാൻസ്ഫർ മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ മൂവ് ചെയ്യുക, ടെക്നോളജീനെ മൂവ് ചെയ്യുക. അതാണ് ഈ ടോപ്പിക് ടെക്നോളജി ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നത്. മൂവിങ് ടെക്നോളജി ടു എ ന്യൂ സെറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ് ദെയർ. അതായത് ഒരു ടെക്നോളജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൽ ഹാർഡ്വെയർ മീൻസ് മെഷീൻസ് ആയിക്കോട്ടെ, മെഷീൻസിൻ്റെ മെഷീൻസോ ഇൻസ്റ്റാളേഷനോ ആയിക്കോട്ടെ, and the technical and organization and managerial skills and procedures. അതേപോലെ മൂവിങ് ദ ടെക്നോളജി ആപ്ലിക്കേഷൻസ് ഫ്രം ദ ലബോറട്ടറി, അതായത് ലബോറട്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്ത സാധനം ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് കൺട്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സംഭവം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണ് മെയിനായിട്ട് എന്ത്? ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗവൺമെൻറ്റ്സ്, ഓർഗനൈസേഷൻസ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ MNCs ഒക്കെ ആയിരിക്കും അതെന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നോളജി ഫോർ എ സെറ്റ് ഓഫ് ന്യൂ സിറ്റുവേഷൻ ഈസ് കോൾഡ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ഫീൽഡിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അതായത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി പുതിയ സ്ഥലത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് സച്ച് ആസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എഞ്ചിനീയറിംഗ് കൺസ്ട്രെയിൻസ് ആർ ദ കോസസ് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ടെക്നോളജി. അതായത് ഒരു ടെക്നോളജിയുടെ മോഡിഫിക്കേഷൻ ആവശ്യം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്താ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എഞ്ചിനീയറിംഗ് കൺസ്ട്രെയിൻസ്, ആ ഒരു ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന എക്കണോമിക്, സോഷ്യൽ, എഞ്ചിനീയറിംഗ് കൺസ്ട്രെയിൻസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ടെക്നോളജിയുടെ മോഡിഫിക്കേഷന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സസ്. ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, physical conditions such as temperature, humidity, salinity, geographical location, isolated land area and availability of water. ഇതൊക്കെയാണ് എന്ത്? ഫിസിക്കൽ കണ്ടീഷൻ. റിസോഴ്സസ്, ഫിസിക്കൽ കണ്ടീഷൻസ്, ക്യാപിറ്റൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റസ് ആൻഡ് ദ ഹ്യൂമൻ വാല്യൂ സിസ്റ്റംസ് which include their traditions, beliefs and religions and are determined. അതാണ് എന്ത്? ഈ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്, ഫിസിക്കൽ കണ്ടീഷൻസ്, ക്യാപിറ്റൽ ഓപ്പർച്യൂണിറ്റീസസ് ആൻഡ് ഹ്യൂമൻ വാല്യൂസസ് എന്താണ്? നമ്മുടെ ഒരു ടെക്നോളജീനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് പറയുന്നുണ്ട്. ദ ടേം
appropriate is value based and it should നമുക്ക് നേരത്തെ ആ ഫിഗർ ഇരുന്നുകൊണ്ട് ഫുള്ള് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, സോ അത് മാറ്റിയതാണ്. The term appropriate is value based and it should ensure fulfillment of the human needs and protection of the environment. Appropriate is അതായത് appropriate എന്ന് പറഞ്ഞാൽ എന്താ? Appropriate അതായത് fulfillment of the human needs and protection of the environment. ഒരു മനുഷ്യൻ്റെ എന്താണ് ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ്, അവർക്കുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക, അതായത് ഫുള്ളാക്കുക. നമുക്ക് വേണ്ട നമ്മുടെ നീഡ്സുകൾ ഫുൾഫിൽ ചെയ്യുക, അതായത് ഫുൾഫിൽ മീൻസ് എന്താ പറയുക, ഫുൾഫിൽ മീൻസ് നമ്മുടെ ആവശ്യങ്ങൾ ഫുള്ള് പൂർണ്ണമാക്കുക, അതായത് ഫുൾഫിൽ ചെയ്യുക, പൂർണ്ണമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എൻഷുർ ചെയ്യുക, അതായത് ഉറപ്പിക്കുക, സ്ഥിരീകരിക്കുക. അതാണ് എന്ത് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. വാല്യൂ ബേസ്ഡ് ആൻഡ് ഇറ്റ് ഷുഡ് എൻഷുർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി ഹ്യൂമൻ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമാക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് MNCs ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ഹോസ്റ്റ് കൺട്രി. അതായത് ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ ആ MNCs ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ആ MNCs ഇനീഷ്യേറ്റ് ചെയ്ത അവരുടെ സ്വന്തം കൺട്രീനെയാണ് ഹോം കൺട്രി എന്ന് പറയുന്നത്. ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്ത മറ്റ് കൺട്രീസിനെയാണ് എന്തെന്ന് പറയുന്നത് ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റ് കൺട്രിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും എന്തൊക്കെയാണ് MNCs കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, അതായത് നമുക്ക് എന്താ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് കിട്ടും, ജോലിക്കുള്ള സാധ്യത കൂടുതലാണ്. ഓട്ടോമാറ്റിക് ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, അതായത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഫോറിൻ ക്യാപിറ്റൽ നമ്മുടെ കൺട്രീസിലോട്ട് വരികയാണ്. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ അവരുടെ സാലറി ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. സോ ഓട്ടോമാറ്റിക് ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, പ്രോപ്പർ യൂസ് ഓഫ് ഐഡിയൽ റിസോഴ്സസ്, അതായത് ഐഡിയൽ റിസോഴ്സസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ആവും. ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, മാനേജേരിയൽ ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ് തമ്മിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. എൻഡ് ഓഫ് ലോക്കൽ മോണോപോളീസ്. എന്താണ് എൻഡ് ഓഫ് ലോക്കൽ മോണോപോളീസ്? മോണോപോളീസിൻ്റെ അർത്ഥം എന്താ? മോണോപോളീസ് മീൻസ് കുത്തക എന്ന് പറഞ്ഞാൽ അത് കുത്തകാവകാശമാണ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ ഒരു ലോക്കലായിട്ടുള്ള അവരുടെ കുത്തക, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ മറ്റൊരാളുടെ കുത്തകാവകാശത്തിലാന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ എൻഡ്. ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് നമ്മൾ മൾട്ടിനാഷണൽ ലെവലിലോട്ട് എന്താവും, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവും. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ബ്രദർഹുഡ്, അതായത് നമ്മൾക്ക് ഇൻ്റർനാഷണലായിട്ട് മറ്റ് രാജ്യക്കാരായിട്ട് എന്തൊരു സഹോദര ബന്ധം സ്ഥാപിക്കാനായിട്ട്, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹോദര ബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ടുള്ള എന്തുണ്ടാവും, സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് MNCs ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ഹോസ്റ്റ് കൺട്രീസസ്. ഇനി MNCs ആൻഡ് മൊറാലിറ്റീസ്, മൾട്ടിനാഷണൽ കമ്പനീസ്, കോർപ്പറേറ്റ്സ് ആൻഡ് മൊറാലിറ്റി നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടാണ്. ദ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഓഫ് ദി ഹോം ആൻഡ് ഹോസ്റ്റ് കൺട്രീസസ് മേ വേരി. അതായത് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, എക്കണോമിക്കലായാലും എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആയാലും ഹോസ്റ്റ് കൺട്രീസസും ഹോം കൺട്രീസസും തമ്മിൽ എന്താണ് നല്ല വ്യത്യാസം ഉണ്ടാവും. But the multinational institutions have to adopt appropriate measures not to disturb or dislocate the social and living conditions and cultures of the home countries. അതായത് എന്താണ്, the multinational institutions have to adopt appropriate measures not to disturb or dislocate the social and living conditions and cultures of the home countries. ഹോം കൺട്രീസിൻ്റെ ലിവിങ് കണ്ടീഷൻസും കൾച്ചേഴ്സും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇന്ന് മൾട്ടിനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ അഡോപ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സസ് ഒക്കെ എടുക്കുക. എ ഫ്യൂ പ്രിൻസിപ്പിൾസ് ആർ എൻലിസ്റ്റഡ് ഹിയർ. MNCs ഷുഡ് റെസ്പെക്ട് ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾസ് ഓഫ് ദി ഹോസ്റ്റ് കൺട്രീസസ്. ഹോസ്റ്റ് കൺട്രീസസിലുള്ള പീപ്പിൾസ്, അതായത് മറ്റ് സ്വന്തം രാജ്യമല്ല, മറ്റ് രാജ്യത്തെ പീപ്പിൾസിൻ്റെ റെസ്പെക്റ്റ് ചെയ്യണം, അതേപോലെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് കൊടുക്കണം.
Then the activities of MNCs should give economic and transfer technical benefits and implement welfare measures of the workers of the host countries. അതായത് എക്കണോമിക് ആൻഡ് ട്രാൻസ്ഫർ ടെക്നിക്കൽ ബെനിഫിറ്റ്സ്, എക്കണോമിക്കലായാലും അതേപോലെ തന്നെ ടെക്നിക്കലായാലും എന്ത് ചെയ്യണം, MNCs അവരുടെ ബെനിഫിറ്റ്സ് ഹോസ്റ്റ് കൺട്രീസിലോട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇംപ്ലിമെൻ്റ് ഓഫ് വെൽഫെയർ മെഷേഴ്സ് ഓഫ് ദി വർക്കേഴ്സിന് എന്ത് ചെയ്യണം, അവരുടെ വർക്കേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യണം, MNCs ചെയ്യണം ഇവിടുത്തെ ഹോസ്റ്റ് കൺട്രീസിൽ. The business practices of the MNCs should improve and promote morally justified institution in host countries. അതെന്താ പറയുന്നത്, the business practices of the MNCsൻ്റെ businesses should improve the promote morally justified institution. morally justified ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. The multinational must respect the laws and political and cultural of the host countries. അതായത് മറ്റ് രാജ്യത്തെ ലോസസ്, പൊളിറ്റിക്കൽസ്, കൾച്ചേഴ്സിനെയൊക്കെ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം മൾട്ടിനാഷണൽ കമ്പനീസസ്. അതായത് അവരുടെ ഏത് രാജ്യത്തേക്ക്, ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോസ്, പൊളിറ്റിക്കൽ, കൾച്ചറൽ വാല്യൂസസ് ഒക്കെ ആര്, മൾട്ടിനാഷണൽ കമ്പനീസസ് റെസ്പെക്റ്റ് ചെയ്യണം. The MNCs should provide a fair remuneration to the employees of the host countries. MNCയിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന്, ഹോസ്റ്റ് കൺട്രീസിലെ വർക്കേഴ്സിന് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻസ് കൊടുക്കണം. റെമ്യൂണറേഷൻ മീൻസ് അവരുടെ സാലറീസൊക്കെ ഫെയർ ആയിട്ടുള്ളതായിരിക്കണം കൊടുക്കേണ്ടത്. മൾട്ടിനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് പ്രൊവൈഡ് നെസസറി സേഫ്റ്റി ഫോർ ദ വർക്കേഴ്സസ്. അവർ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. വെൻ ദേ ആർ എൻഗേജ്ഡ് ഇൻ ഹസാർഡസ് ആക്ടിവിറ്റീസ്, അതായത് ഹസാർഡസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിനുള്ള സേഫ്റ്റി ആര് പ്രൊവൈഡ് ചെയ്യണം, മൾട്ടിനാഷണൽ കമ്പനീസസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റിസ്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ആര് പെയ്ഡ് ചെയ്യണം, മൾട്ടിനാഷണൽ കമ്പനീസസ് പെയ്ഡ് ചെയ്യണം. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്നുള്ളത്, ഹ്യൂമൻ റൈറ്റ്സ് റെസ്പെക്റ്റ് ചെയ്യണം, അതേപോലെ എക്കണോമിക് ആൻഡ് ട്രാൻസ്ഫർ ടെക്നിക്കൽ ബെനിഫിറ്റ്സ്, അതായത് ഹോസ്റ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വെൽഫെയർസിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്കലായാലും ടെക്നിക്കലി ആയാലും അത് പ്രൊവൈഡ് ചെയ്യണം. ദെൻ മോറലി ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ദെൻ റെസ്പെക്റ്റ് ലോസ്, പൊളിറ്റിക്സ്, കൾച്ചേഴ്സ്, ഹോസ്റ്റ് കൺട്രീസിലെ ലോസ്, പൊളിറ്റിക്കൽ, കൾച്ചേഴ്സൊക്കെ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കണം. പിന്നെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും റിസ്ക് ഉണ്ടായാൽ തന്നെ കോമ്പൻസേഷനും കൊടുക്കണം. ലിമിറ്റേഷൻസ് ഓഫ് MNCs ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഹോസ്റ്റ് കൺട്രി. ഒരു ഹോസ്റ്റ് കൺട്രീസിൻ്റെ ലിമിറ്റേഷൻസ് എന്തായിരിക്കും, ഹോസ്റ്റ് കൺട്രിയെ സംബന്ധിച്ച് MNC കൊണ്ടുണ്ടാവുന്ന ലിമിറ്റേഷൻസ്. ഡേഞ്ചർ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസസ്. അതെ, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇൻഡസ്ട്രീസിനൊക്കെ എന്തായിരിക്കും, ഡേഞ്ചർ ആയിരിക്കും. റിപ്പാർട്ടീഷൻ ഓഫ് പ്രോഫിറ്റ്സ്, നമ്മുടെ പ്രോഫിറ്റൊക്കെ കുറച്ചൊക്കെ ആര് കൊണ്ടുപോകും, അവർ കൊണ്ടുപോകും. നോ ബെനിഫിറ്റ് ടു പുവർ പീപ്പിൾ, അതായത് വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന് മാത്രമാണ് എന്തുണ്ടാവുക, ബെനിഫിറ്റ്സ് ഉണ്ടാവുക. പാവപ്പെട്ടവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ കമ്പനി ആയിരിക്കണം. അതായത് MNCസുകാർ ഡെവലപ്പ് ചെയ്ത അവരുടെ ഹോം കൺട്രീസിലുള്ള പുവർ പീപ്പിൾസിന് എന്തായിരിക്കും, ഗുഡായിരിക്കാം. ബട്ട് ഹോസ്റ്റ് കൺട്രീസിലെ പീപ്പിൾസിന്, പാവപ്പെട്ടവർക്ക് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് വരുന്നത് കൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല. ഡേഞ്ചർ ടു ഇൻഡിപെൻഡൻസ്, അതായത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും, ആ കമ്പനിയായിരിക്കും. അപ്പോൾ നമ്മുടെ അവർ കുറേ ആയിട്ട് വന്ന് അവരിവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മളെ ഭരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ഡേഞ്ചറാണ്. ഡിസ്റിഗാർഡ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് ദി ഹോസ്റ്റ് കൺട്രി, അവർ നാഷണൽ ഇൻട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യില്ല, അവർക്ക് വേണമെങ്കിൽ അംഗീകരിച്ചൊന്നും വരില്ല. കെയർലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് അവരുടെ സ്വന്തം കൺട്രി അല്ലല്ലോ, മറ്റു കൺട്രി അല്ലേ, അവിടുത്തെ എക്സ്പ്ലോയിഷനൊക്കെ എന്തായിരിക്കും. നമ്മുടെ ഇപ്പോൾ കൊക്കക്കോളയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മുടെ ഉണ്ടായിരുന്ന വെള്ളമായിരുന്നു എന്ത് ചെയ്തത്, അവർ കൊണ്ടുപോയത്. ആ വെള്ളം അവർ കൊണ്ടുപോയപ്പോൾ മറ്റ് കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂസസ് അവർ കെയർലെസ് ആയിട്ടായിരിക്കും. അതായത് മറ്റുള്ളവർക്ക്, അതായത് ഈ
റിസോഴ്സസ് ആ കൺട്രീസിലുള്ള മറ്റുള്ളവരും യൂസ് ചെയ്യുന്നതിനുള്ള കെയർ അതൊന്നും അവർ കൊടുക്കത്തില്ല. സെൽഫിഷ് പ്രൊമോഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. Ethical balance. Organization adopt the rules and practices of the host country fully and face serious consequences in the host country. This is called ethical relativism. എന്താണ് ethical relativism? Organization adopts rules and practices of the host country fully and face serious consequences in the host countries. അതായത് നമ്മുടെ റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ആ ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോൺസിക്വൻസസിലാക്കും. ഹോസ്റ്റ് കൺട്രീസിൻ്റെ റൂൾസും അതേപോലെ തന്നെ പ്രാക്ടീസസും അവർ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ തമ്മിൽ എന്തുണ്ടാവും? കോൺസിക്വൻസസ് മീൻസ് എന്താ? സീരിയസ് കോൺസിക്വൻസസിൻ്റെ മലയാളം മീനിങ് എന്താ? ആഫ്റ്റർ എഫക്റ്റ് അല്ലേ, അനന്തരഫലങ്ങൾ. അതായത് ഓർഗനൈസേഷൻ അഡോപ്റ്റ്സ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ദ ഹോസ്റ്റ് കൺട്രി ഫുള്ളി ആൻഡ് ഫേസ് സീരിയസ് കോൺസിക്വൻസസ് ഇൻ ദി ഹോസ്റ്റ് കൺട്രി. നമ്മുടെ റൂൾസ് ആൻഡ് പ്രാക്ടീസസ് അവർ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ സീരിയസ് അതിൻ്റെ അനന്തരഫലങ്ങൾ ഹോസ്റ്റ് കൺട്രീസസ് തന്നെ അനുഭവിക്കേണ്ടി വരുന്നത്. അതാണ് എത്തിക്കൽ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ദ ആക്ഷൻസ് ഓഫ് കോർപ്പറേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ദാറ്റ് ആർ ആക്സെപ്റ്റഡ് ബൈ ലോ. The actions of corporations and individuals that are accepted by law, customs and the values of a society can be morally right in the society. It is morally false if it is logical. Okay. It means the corporations functioning in the other countries must understand their law, customs and beliefs and act in line with those prevailing in that country. അതായത് the corporations and the engineers functioning in other countries must understand മറ്റുള്ളവരുടെ ലോസ്, കസ്റ്റംസ്, ബിലീഫ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മറ്റു കൺട്രിയിൽ ഫങ്ഷൻ ചെയ്യാൻ. അതായത് MNCs, മൾട്ടിനാഷണൽ കമ്പനീസസ് എവിടെയാണോ ഹോസ്റ്റ് കൺട്രീസിൽ വരുന്ന ആ ഹോസ്റ്റ് കൺട്രിയുടെ ലോ, കസ്റ്റംസ് അതുപോലെ തന്നെ ബിലീഫ്സൊക്കെ എന്ത് ചെയ്യണം, പ്രിവെയിൽ ചെയ്യണം. ഓക്കെ. ദിസ് വിൽ ലീഡ് ടു ഡിസാസ്റ്റർ ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രി വിത്ത് പുവർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. എക്സാമ്പിൾ ഭോപ്പാൽ ട്രാജഡി ലോസ്. നിങ്ങൾ പഠിച്ച ഭോപ്പാൽ ട്രാജഡി ഇതിന് എക്സാമ്പിളാണെന്ന്. ഡെവലപ്പിംഗ് കൺട്രി വിത്ത് പുവർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കാണ്ടൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. കാരണം അവർക്ക് ഇവിടെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് മാത്രമുള്ളൂ. അല്ലാതെ ഇവിടുത്തെ പീപ്പിൾസിനെ വെൽഫെയർ ആക്കണം അല്ലെങ്കിൽ കൺട്രീനെ വെൽഫെയർ ചെയ്യണമെന്നൊന്നും അവർക്കില്ല. അവർക്ക് ഇവിടെ നിന്ന് മാക്സിമം ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുക, ഇവിടുത്തെ മാക്സിമം പ്രോഫിറ്റ് അവർക്ക് കൊണ്ടുപോവുക. ഇവിടെ എന്തെങ്കിലും നാശം ഉണ്ടാകുന്നുണ്ടോ, നഷ്ടം ഉണ്ടാകും, അതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ ഒരു കോർപ്പറേഷൻസ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഫങ്ഷൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ലോസും കസ്റ്റംസും ബിലീഫ്സും ഒക്കെ എന്ത് ചെയ്യണം, അവർ മനസ്സിലാക്കണം. അതേപോലെ അതാണ് എത്തിക്കൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഇത് മാത്രം കൊണ്ടുപോയാൽ പോരാ, എത്തിക്കലി നമ്മുടെ കൺട്രീസ് അല്ല, ഏത് ഹോസ്റ്റ് നമ്മളായാൽ പോലും മറ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ കൺട്രീസിനെ എന്ത് ചെയ്യണം, എത്തിക്കലി ബാലൻസ് ചെയ്യണം. അവരുടെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. മറ്റുള്ള അവരുടെ പുവർ പീപ്പിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊന്നും ഇപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്, അത് പാവപ്പെട്ടവർക്കാണ് പറ്റിയത്. ഒരുപാട് അല്ലാതെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ അവരുടെ കമ്പനിക്ക്, അതായത് വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. എവിടെയാണ് ആ ട്രാജഡി നടന്നത്, അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാർക്കാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Laws and conventions are not morally self-sustaining. On the other hand, the organization may practice laws of the home country without adjustment to the host culture. The stand is called ethical abolism. അതായത് ethical abolism എന്ന് പറഞ്ഞാൽ എന്താണ്? The organization may practice laws of the home country without adjustment of the host culture. അതായത് ഹോസ്റ്റ് കൾച്ചറിൻ്റെ ലോസസ്, അതായത് ഹോം കൺട്രിയുടെ ലോസസ് ഹോസ്റ്റ് കൾച്ചറിൻ്റെ ലോസസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത തരത്തിൽ എന്ത് ചെയ്യുന്നു, അവർ ലോ പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് ഹോം കൺട്രിയുടെ ലോസ് ഹോസ്റ്റ് കൺട്രിയിൽ വന്ന് അപ്ലൈ ചെയ്യുന്നു. ആ ഹോസ്റ്റ് കൺട്രീസുമായിട്ട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാത്ത രീതിയിൽ
അത് ഇപ്പോൾ അമേരിക്കൻ കമ്പനീസസ് അവരുടെ ലോസസ് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും അവർ നോക്കാതെ അവരുടെ ലോസസ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, എത്തിക്കൽ അബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് കമ്പനീസസിൻ്റെ ലോസ് ഹോസ്റ്റ് കമ്പനീസസിലേക്ക് ഹോം കൺട്രിയിലെ ലോസ് ഹോസ്റ്റ് കൺട്രിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. This is again false, since the moral principles in different culture comes into conflicts and implementation in hostile culture is almost impossible. അതെന്താണ്, കോൺഫ്ലിക്ട്സിലോട്ട് തീർച്ചയായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് തന്നെ ഇത്തരമൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ബ്രിട്ടീഷ് കമ്പനീസസും അമേരിക്കൻ കമ്പനീസൊക്കെ വന്ന് അവരുടെ ലോസ് നമ്മളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് അവിടെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. സോ അത് ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല. ഹെൻസ് MNCs may adopt ethical relationalism as a compromise. Moral judgments are made in relation to the factors prevailing locally without framing rigid rules. The judgment should be contextual and in line with the customs of other cultures. The ethical pluralism, which views more than one justifiable moral solutions, is also adaptable. This principle accepts cultural diversity and respects the legitimate cultural differences among individuals and groups of the host country. അതായത് എന്താണ്, ഹെൻസ് MNCs may adopt ethical relationalism as compromise. Moral judgments are made in relation to the factors prevailing locally without framing rigid rules. Ethical pluralism, which views more than one justifiable moral solution. അതായത് ഒന്നിലധികം മോറൽ സൊല്യൂഷൻസ് ആർ ഓൾസോ അഡോപ്റ്റബിൾ ആണ്. അതാണ് എത്തിക്കൽ പ്ലൂറലിസം. ദിസ് പ്രിൻസിപ്പിൾ ആക്സെപ്റ്റ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് റെസ്പെക്ട് ദ ലെജിറ്റിമേറ്റ് കൾച്ചറൽ ഡിഫറൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് ദി ഹോസ്റ്റ് കൺട്രീസിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യാം, ലെജിറ്റിമേറ്റ് ചെയ്യാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി പ്രിൻസിപ്പിൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് പറയുന്നത്.